രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി വീണ്ടും ലൈംഗിക പീഡന പരാതി. ബംഗളൂരു സ്വദേശിയായ 23-കാരിയാണ് പരാതിക്കാരി. വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. സംഭവത്തിന് ശേഷം മാനസികമായി തകർന്നുവെന്നും താൻ നേരിട്ട ദുരന്തം ക്രൈംബ്രാഞ്ചിനോട് വിശദീകരിച്ചുവെന്നും പെൺകുട്ടി വ്യക്തമാക്കി. AICCക്കും KPCCക്കും പെൺകുട്ടി പരാതി നൽകി. പരാതി DGP കൈമാറതായി KPCC അധ്യക്ഷൻ അറിയിച്ചു. നാളെ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെയാണ് മറ്റൊരു പെൺകുട്ടി കൂടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. വിനോദ്, ഇത് ഇപ്പോൾ കുരുക്കുകൾ മുറുകയാണ്. ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്നത് എന്താണ്? KPCC ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി കൈമാറുകയും ചെയ്തുവല്ലോ പോലീസിന്. രജിത്, ബാംഗ്ലൂർ സ്വദേശിയായ 23-കാരിയാണ് പരാതിക്കാരി. 2 വർഷം മുൻപ് പീഡനം നടന്നുവെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. 23 വയസ്സിൽ ഈ പീഡനം നടന്നുവെന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഏതായിരുന്നാലും ഈ പരാതി KPCC നേതൃത്വം ഇപ്പോൾ DGPക്ക് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെ പരാതിക്കാരിയുടെ വിവരങ്ങൾ പുറത്തു വന്നു. അതിന് രാഹുൽ മാങ്കൂട്ടം എവിടെ, കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന CPMൻ്റെ ആരോപണത്തിന് പറഞ്ഞത് എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന തരത്തിലായിരുന്നു KPCC അധ്യക്ഷൻ്റെ മറുപടി. അത്രയും ലാഘവത്തോടു കൂടിയാണ് നേതൃത്വം ഈ വിഷയത്തെ കണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു പരാതി കൂടി വന്നപ്പോൾ അങ്ങനെ ഒരു തടപ്പൻ മട്ട് മാറി വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ പരാതിക്കാരി തന്നെ വളരെ വ്യക്തമായി പറയുന്നത് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യം ക്രൈംബ്രാഞ്ചിനോട് ഇതിനകം പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. പക്ഷേ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല. അതിന് കാരണമായി പറയുന്നത് ആദ്യത്തെ പരാതിക്കാരി സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വേട്ടയാടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വന്നു കഴിഞ്ഞാൽ താനും തൻ്റെ കുടുംബവും നേരിടാൻ പോകുന്ന ഭീകരത ഓർത്താണ് ഇങ്ങനൊരു പരാതിയുമായി മുന്നോട്ട് പോകാത്തതെന്ന കാര്യമാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായിരുന്നാലും നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഈ കാര്യം കൂടി കോടതി മുമ്പാകെ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതി ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള തെളിവുകൾ, അത് ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ പെൺകുട്ടിക്ക് കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കി ഇതിൽ കൃത്യമായ തെളിവുകളും മൊഴിയും ഉണ്ടെങ്കിൽ കേസെടുക്കണമെന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസ് അതിൽ നടപടിയുമായി മുന്നോട്ട് പോകും. പരാതിക്കാരിയുടെ നിലപാട് അതിൽ നിർണായകമാണ്. പക്ഷേ ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്ന ബോധ്യമുണ്ടായാൽ അത് പരാതിയിലേക്ക് പോകും. അങ്ങനെ രണ്ടാമതൊരു FIRനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. ആദ്യത്തെ FIRുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കാര്യങ്ങൾ, അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഈ പെൺകുട്ടിയും വെളിപ്പെടുത്തുന്നത്. കാരണം പ്രണയം നടിക്കുന്നു, വിവാഹ അഭ്യർത്ഥന നടത്തുന്നു, ഗർഭിണിയാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ആദ്യഘട്ടത്തിൽ വീട്ടുകാർ എതിർത്തു. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതോടുകൂടി അവർ അതിന് സമ്മതിക്കുകയാണ്. പിന്നീട് സുഹൃത്തുമായി രാഹുൽ മാങ്കൂട്ടം എത്തി വളരെ ദൂരെയുള്ള ഒരു കെട്ടിടത്തിലേക്ക്, അവിടെ ഫാം ഹൗസ് എന്ന നിലയിലാണ്, അവിടെ കൊണ്ടുപോയി ബലാത്കാരമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ച് അങ്ങനെ കീഴ്പ്പെടുത്തുന്നു എന്ന കാര്യമാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ രീതിയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പലരോടും ഇത് പറയുന്നത്. ഈ സിനിമാ താരം റിനിയാണ് ഇതിൽ നിന്ന് വളരെ തന്ത്രപരമായി മാറിയിട്ടുള്ളത്. ആ പെൺകുട്ടി മാത്രമാണ് ഈ ലൈംഗിക താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കാത്തത്. വിവാഹാഭ്യർത്ഥന ഉണ്ടായിരുന്നു, പിന്നീട് മെല്ലെ ആ സംസാരം ഈ ലൈംഗിക ചുവയുള്ള കാര്യങ്ങളിലേക്ക് മാറി. അവിടെ അവർ ബ്ലോക്ക് ചെയ്തു. പിന്നെയും സൗഹൃദം തുടരുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പറയുകയാണ് ഹൂ കെയേഴ്സ് എന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നതോടുകൂടിയാണ് റിനി ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത്. അതിനുശേഷം ട്രാൻസ്ജെൻഡറിൻ്റെ പരാതി വരുന്നു. ആ ട്രാൻസ്ജെൻഡറും പറയുന്നത് അങ്ങനെ തന്നെയാണ്, തന്നെ ബലാത്സംഗം ചെയ്യുന്ന തരത്തിൽ തന്നോട് അങ്ങനെ ഒരു ലൈംഗിക പരമായി ഇടപെടണം, ആ ഒരു താല്പര്യമാണ് രാഹുൽ മാങ്കൂട്ടം തന്നോട് പറഞ്ഞത്. തനിക്ക് ഭയം തോന്നി എന്ന കാര്യമാണ് ട്രാൻസ്ജെൻഡർ പറയുന്നത്. മൂന്നാമത് ഈ പരാതിക്കാരി ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് SIT അന്വേഷണം നടത്തുന്ന കേസിലെ പെൺകുട്ടി പറയുന്നതും ഇതേ തരത്തിലാണ്. ഒരു കുഞ്ഞ് വേണം, ആ ഒരു വർത്തമാനത്തിലാണ് സാധാരണ പെൺകുട്ടികൾ വീണു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രയും വൈകാരികമായാണ് അവരോട് സംസാരിക്കുന്നത്. വിവാഹ വാഗ്ദാനം മാത്രമല്ല, ഈ ഒരു കുഞ്ഞ് വേണം, നമുക്കൊരു കുഞ്ഞ് വേണം എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുമ്പോൾ ഒരിക്കലും ചതിക്കപ്പെടില്ല എന്ന് കുറേ പെൺകുട്ടികളെങ്കിലും വിചാരിക്കും. അവിടെയാണ് അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നതും. പിന്നീട് ഈ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റില്ല, ഭാര്യയും കുട്ടിയുമായാൽ അത് രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമെന്ന തരത്തിലൊക്കെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മറ്റൊരു തരത്തിൽ അവരെ ഒന്നുകിൽ സമ്മർദ്ദത്തിലാക്കും, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കുന്ന ഒരു തന്ത്രം. ഏതായിരുന്നാലും ഒരു സെക്ഷൽ സൈക്കോ എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രീതികളെന്നാണ് മനഃശാസ്ത്രജ്ഞരിൽ ചിലരെങ്കിലും ഈ കേസ്